സ്നേഹപൂർവ്വം ക്ഷമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രാധിക വീട്ടിൽ നിന്നുണ്ടാക്കി പ്രിയങ്കയുടെ കൈ കൊടുത്ത ആ ഭക്ഷണം ഉണ്ടല്ലോ, പ്രിയങ്ക എല്ലാവർക്കുമായിട്ട് വിളമ്പുവാണ്. അങ്ങനെ ആ ഭക്ഷണം എല്ലാവരും ആസ്വദിച്ച് കഴിക്കുകയും ഭക്ഷണത്തെ പുകഴ്ത്തുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ സമയം അവിടെ നിന്നിരുന്ന രാധിക എല്ലാവരും ഭക്ഷണം ആസ്വദിച്ച് കഴിക്കുന്നത് പുറത്തു നിന്ന് കാണുവാണ്. അങ്ങനെ അത് കാണുമ്പോൾ രാധികയ്ക്കും ഒത്തിരി സന്തോഷമാകുവാണ്. വരുണിൻ്റെ പിറന്നാളിന് താനുണ്ടാക്കിയ പിറന്നാൾ സദ്യ വരുണും വീട്ടുകാരും എല്ലാവരും കഴിച്ചല്ലോ, അതിൻ്റെ സന്തോഷത്തിലാണല്ലോ രാധിക. പിന്നീട് അവരെല്ലാവരും കഴിച്ചു കഴിഞ്ഞതിന് ശേഷം പ്രിയങ്ക വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പാത്രങ്ങളൊക്കെ കവറിലാക്കിയിട്ട് രാധികയെ തിരിച്ചേൽപ്പിക്കുക. എന്നാൽ ശരി ചേച്ചി, ആരുടെയും കണ്ണിപ്പെടാതെ വേഗം പൊക്കോ. അങ്ങനെ രാധിക ഗേറ്റിൻ്റെ അങ്ങോട്ടേക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോഴായിരിക്കോട്ടോ പുറത്തേക്ക് വരുന്ന വരുൺ രാധികയെ കാണുന്നത്. ഈ സമയം രാധികയും വരുണിനെ കാണുന്നുണ്ട് കേട്ടോ. അങ്ങനെ വരുണിനെ കാണുന്നതും രാധിക അങ്ങ് ഞെട്ടിപ്പോകുക. ഈശ്വര, വരുൺ അവിടെ നിന്നേ എന്ന് പറഞ്ഞ് വരുൺ രാധികയുടെ അരികിലേക്ക് ഓടിച്ചെല്ലുക. അത് കാണുമ്പോൾ രാധികയും അവിടെ നിന്ന് വേഗം തന്നെ ഓടുവാണ്. പിന്നീട് പ്രൊമോയിൽ കാണിക്കുന്നത് അങ്ങനെ ഓടി വരുന്ന രാധിക ഒരു വണ്ടിയുടെ മുമ്പിൽ ചെന്ന് പെടുവാണ് കേട്ടോ. ഈ സമയം ആ കാറിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നത് ജീവയായിരിക്കും. അങ്ങനെ ജീവ രാധികയുടെ അരിയിലേക്ക് വരുവാണ്. എന്നിട്ട് ചോദിക്കണേ, അല്ല എന്തു പറ്റി, താൻ ആരെ കണ്ട ഇങ്ങനെ ഓടുന്നത്? അന്നേരം രാധിക എന്ത് പറയണമെന്നറിയാതെ ടെൻഷനോട് കൂടി നിൽക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് ബാൽക്കണിയിൽ നിൽക്കുന്ന പ്രിയങ്കയാണ് കേട്ടോ. പ്രിയങ്കയാണെങ്കിൽ ഒത്തിരി സന്തോഷത്തിലാണ്. കൽപ്പനയുടെ ഉർവശിയുടെ മുമ്പിലൊക്കെ ജയിച്ചതിൻ്റെ എല്ലാവരും ഭക്ഷണത്തെ പുകഴ്ത്തി പറഞ്ഞതിൻ്റെ സന്തോഷത്തിൽ നിൽക്കുമായിരിക്കും പ്രിയങ്ക. ഈ സമയം വരുൺ പ്രിയങ്കയുടെ അരികിലേക്ക് ചിരിച്ചുകൊണ്ട് വരുവാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ വരുന്നൊരു സീനൊക്കെയാണ് പ്രൊമോയിൽ കാണിക്കുന്നത്. ഈ ഒരു പ്രൊമോ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലെയുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്